അതിർത്തി കടന്ന പുളിയറയും താണ്ടി ചെങ്കോട്ടയ്ക്കടുത്തുള്ള ചുരണ്ടയിലെത്തിയപ്പോൾ മണിയും തിരുമലക്കനിയും അടക്കമുള്ള കർഷകർ സ്വന്തം പാടത്ത് പൂക്കൾ ശേഖരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. ചിങ്ങമാസത്തിൽ പ്രത്യേകിച്ച് അത്തം പിറന്നാൽ പിന്നെ പൂവിപണി ഉഷാറാകും. അതുകൊണ്ട് തന്നെ രാവിലെ 10 മണിക്ക് മുമ്പായി ഇവർക്ക് തൊട്ടടുത്ത ശിവകാമിപുരത്തെ പൂമാർക്കറ്റിൽ പൂക്കൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്നും ലേലത്തിലോ കമ്മീഷൻ ഏജന്റുമാർ മുഖേനയോ പൂക്കൾ കേരളമടക്കം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടക്കമുള്ള അയൽ ജില്ലകളിലേക്കാണ് കൂടുതലായി പൂക്കൾ ഇവിടെ നിന്നും കൊണ്ടുപോകാറുള്ളത്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പൂമാർക്കറ്റായ ശങ്കരൻകോവിൽ ഭാഗത്തേക്കും ഇവിടെ നിന്നും ധാരാളമായി പൂക്കൾ പോകാറുണ്ട്. പിച്ചി, മുല്ല, ജമന്തി, റോസ് തുടങ്ങിയ പുഷ്പങ്ങളുടെ കൃഷിയാണ് ചുരണ്ടയിൽ ഇപ്പോൾ കൂടുതലായി കാണുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പൂക്കൾക്ക് ഇക്കുറി വലിയ വിലവർധനവ് ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുമ്പോഴും കേരള വിപണി ലക്ഷ്യമിട്ട് ഇവിടെയുള്ള ധാരാളം കർഷകർ പുഷ്പകൃഷി നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഓണമാണ് ഇവരുടെ ലക്ഷ്യം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഓണാഘോഷം പൂർണ്ണമായും ഒഴിവാക്കിയേക്കുമെന്ന അഭ്യൂഹം നിലനിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ കാര്യമായ പ്രതിസന്ധികളില്ലാതെ വിപണി മുന്നോട്ട് പോകുന്നതായി കർഷകർ പറയുന്നു. നേരിട്ടും അല്ലാതെയുമായി നിരവധി ആളുകൾ പൂക്കൾ ആവശ്യപ്പെട്ടുകൊണ്ട് എത്തുന്നതായും കർഷകർ പറയുന്നു. சாமிங்க சைடு விவசாயம் பண்ணிக்கிட்டு இருக்கோம். சாமிங்க விவசாயம் எங்களுக்கு இந்த கிளைமேட்டில் நல்லா வந்திருக்கு. நல்ல விலை வந்து இப்போ போதுமான அளவுக்கு விலை கிடச்சிக்கிட்டு இருக்கு. நல்ல லாபத்தில் ஓடிக்கிட்டு இருக்கு. சரி சார். ஓணம் அந்த டைமில் கேரளத்திலே அந்த டைமில் கொஞ்சம் அதிகமான விலை கிடைக்கும். இப்போ மீடியமான விலை, மற்ற ஃபங்க்ஷன் நேரங்கள் அதிகமான விலை கிடைக்கும். இது ஒரு லாபகரமான விவசாயம். ചെറിയ മഴ ഇടയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ പിച്ചി അടക്കമുള്ളവയ്ക്ക് ഇരട്ടി വിളവ് ലഭിക്കുമായിരുന്നുവെന്ന് 4 വർഷമായി പിച്ചിപ്പൂ കൃഷി നടത്തി വരുന്ന മണി പറയുന്നു. ആവണി മാസമായതിനാൽ വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും മണി പങ്കുവയ്ക്കുന്നു. இது 4 வருஷமாக பிச்சி செடி போட்டிருக்கோம். இப்போ பார்த்தீங்கன்னா விலை கொஞ்சம் கம்மியாக தான் இருக்குது. கிலோ 400-500 போயிட்டுருக்கு. நம்ம ஆவணி மாதம் வந்ததுன்னா கொஞ்சம் விலை அதிகமாக ஆகும். சாரல் மழை இருந்ததுன்னா இதோட பூவும் அதிகமாக இருக்கும். இது இப்போ காலையில் 10 மணிக்கெலாம் நாங்கள் மார்க்கெட்டுக்கு கொண்டு போனோம். இங்கே பக்கத்தில் சிவகாமிபுரத்தில் தான் ஹோல்சேல் மார்க்கெட் இருக்குது. இங்கே இருந்தால் தமிழ்நாட்டில் எல்லா பகுதிக்கும் போது அதிகமாக കേരളാവുക്കും പൂ കൊണ്ടുപോയിട്ടിരിക്കാங்க. മിക്ക പാടങ്ങളിലും മാതാപിതാക്കൾക്കൊപ്പം മികച്ച വിദ്യാഭ്യാസമുള്ള മക്കൾ കൂടി വിളവെടുപ്പിനും കൃഷിക്കും മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയും ഇവിടെ കാണാൻ കഴിഞ്ഞു. തിരുവോണം അടുക്കുന്നതോടെ പൂവിപണി കൂടുതൽ ഉഷാറാകുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെങ്കോട്ട.